മഞ്ഞിൻ തുള്ളികൾ ചിന്നിച്ചിതറി വീഴുന്ന പുൽമേടുകൾ. പുലരിയിൽ പൊൻപ്രഭയിൽ ഉദിച്ചുയർന്ന സൂര്യൻ. പുലർക്കാഴ്ചകൾ കാണുവാൻ എന്തു ഭംഗിയാണ്. മഞ്ഞയും ഓറഞ്ചും ചുവപ്പും വാനിൽ പരത്തി സൂര്യൻ ഒരു പ്രഭാതം കൂടെ നമുക്ക് തന്നിരിക്കുന്നു. ഹലോ സുഹൃത്തുക്കളെ, യാത്രയുടെ ഭാഗമായി ഇന്നുള്ളത് തമിഴ്നാട്ടിലെ തേനി ജില്ലയിലാണ്. തേനിയിലെയും പരിസര പ്രദേശങ്ങളിലെയും കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തേനിയിൽ നിന്നും കമ്പം പോകുന്ന റൂട്ടിൽ അല്പം മാറി മറ്റൊരു വഴിയെയാണ് സഞ്ചരിക്കുന്നത്. പോകുന്ന റൂട്ടിൽ ഒരു ചെക്ക് ഡാമുണ്ട്. അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിയിൽ റോഡിൻ്റെ വശങ്ങളിലായി തെങ്ങുകൾ നിരനിരയായി നിൽക്കുന്നതും വലതുവശത്ത് നെൽപ്പാടങ്ങളുടെയും കേരനിരകളുടെയും പ്രഭാത കാഴ്ചകളാണ് കാണുന്നത്. തേനിയിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ ഈ മനോഹരമായ പ്രകൃതിയുടെയും നെൽപ്പാടങ്ങളുടെയും കാഴ്ചകളൊക്കെ കണ്ട് വീരപാണ്ടി ചെക്ക് ഡാമിനടുത്തെത്താം. അതിരാവിലെയുള്ള യാത്ര എപ്പോഴും നല്ല അനുഭവമാണ്. നല്ല തണുപ്പും കാറ്റും മഞ്ഞും ഇളം വെയിലിൻ്റെ ചൂടുമൊക്കെ കൊണ്ടുള്ള യാത്ര മനോഹരമാണ്. അങ്ങനെ ചെക്ക് ഡാമിൻ്റെ അടുത്തെത്തി. പാലത്തിന് മുകളിൽ നിന്നുള്ള കാഴ്ചകളാണിത്. കാലത്ത് തന്നെ നല്ല തിരക്കാണ് പുഴക്കടവിൽ. ഈ കാണുന്നതാണ് വന്ന വഴി. പാലത്തിൽ നിന്നും പുഴയുടെ അടുത്തുള്ള നെൽപ്പാടത്തിലേക്കിറങ്ങി. വിശാലമായി പരന്നു കിടക്കുന്ന നെൽപ്പാടത്തിൻ്റെ കാഴ്ചകൾ. പാടത്തു നിന്നും നമ്മൾ നിന്ന പാലത്തിൻ്റെ കാഴ്ചയാണിത്. ഞാറ് നട്ടിട്ട് അധികമായില്ലെന്ന് തോന്നുന്നു. പൊക്കം വച്ച് വരുന്നതേയുള്ളൂ. പിന്നെ നീലാകാശവും പരന്നു കിടക്കുന്ന മേഘങ്ങളുടെയും കാഴ്ചകൾ. കണ്ടങ്ങളുടെ ഇടയ്ക്ക് ഒരു വെള്ളച്ചാൽ ഒഴുകുന്നുണ്ട്. ഇത് നേരെ പുഴയിലേക്കാണ് പ്രവേശിക്കുന്നത്. അങ്ങനെ വരമ്പിലൂടെ അല്പം കൂടെ മുന്നോട്ട് നടന്നു. പുഴയുടെ ചെക്ക് ഡാമിൻ്റെ കാഴ്ചകളാണിത്. നേരത്തെ കടവിൽ ആളുകൾ ഇറങ്ങിയതിൻ്റെ മറുവശമാണ് ഇപ്പോൾ നിൽക്കുന്നത്. ചരിഞ്ഞു നിൽക്കുന്ന മരച്ചില്ലയുടെ താഴെ കൂടെ സ്റ്റെപ്പിൽ നിന്നും വെള്ളം വീഴുന്ന കാഴ്ചകളാണിത്. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് വരുന്നത്. ഇതിന് മുകളിലൂടെ ആളുകൾ നടന്നു പോകുന്നതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിരുന്നു. പുഴയോട് ചേർന്ന് ചെറിയ കോവിലുമുണ്ട്. ചരിഞ്ഞു നിൽക്കുന്ന മരത്തിനടിയിലൂടെ വയലിൻ്റെ മനോഹരമായ കാഴ്ചകൾ. നമ്മൾ പാലത്തിന് മുകളിൽ നിൽക്കുമ്പോൾ പുഴയിലേക്ക് ചരിഞ്ഞു നിന്നിരുന്ന തെങ്ങുകളാണിത്. പിന്നെ ഇവിടെ മറ്റൊരു പ്രത്യേകത, ആരെങ്കിലും മരണപ്പെട്ടാൽ മരണശേഷം നടത്തുന്ന ചില കർമ്മങ്ങളൊക്കെ ഇവിടെ നടത്താറുണ്ട്. അതാണ് നമ്മൾ മുകളിൽ നിന്ന് കണ്ട ആളുകളുടെ തിരക്ക്. അവർ നിൽക്കുന്നത് കടവിൻ്റെ ഭാഗത്താണ്. നമ്മൾ അവിടെ നിന്നും ചെക്ക് ഡാമിൻ്റെ അടുത്തേക്കെത്തി. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. 3-4 സ്റ്റെപ്പുകളുണ്ടിവിടെ. അത്യാവശ്യം നല്ല വെള്ളമുള്ള സമയമാണിപ്പോൾ. യാത്ര ഉൾപ്രദേശങ്ങളിലേക്ക് കടന്നു. പോകുന്ന വഴിയിലുടനീളം ഇരുവശങ്ങളിലും തെങ്ങുകളാണ്. അതും വളരെ ചെറിയ തെങ്ങുകളാണ് കൂടുതലും. മുന്നോട്ട് പോകുന്തോറും റോഡിലേക്ക് ചരിഞ്ഞും വളഞ്ഞും നിൽക്കുന്ന വലിയ തെങ്ങുകളും കാണാനിടയായി. അതുകൊണ്ട് തന്നെ റോഡിൽ നല്ല തണലാണ് നമുക്ക് കിട്ടുന്നത്. കൃഷിയിടത്തിലേക്ക് പോകുന്ന ട്രാക്ടർ നമ്മുടെ മുൻപിലൂടെ പോകുന്നുണ്ട്. മുന്നോട്ട് പോകുന്തോറും വാഴക്കൃഷി തോട്ടങ്ങളും കരിമ്പിൻ തോട്ടങ്ങളും കാണാനിടയായി.
മുൻപിൽ ലോഡുമായി വരുന്ന ട്രാക്ടർ. ആ വാഹനം പോകുന്നതുവരെ നമ്മൾ സൈഡിലേക്ക് ഒതുങ്ങി. ലോഡ് മുഴുവൻ കരിമ്പാണ്. തോട്ടത്തിൽ നിന്നും നേരെ വരുന്ന വഴിയാണ്. തൊട്ടപ്പുറത്ത് വിളവെടുക്കാറായി നിൽക്കുന്ന ചോളം കൃഷിപ്പാടമാണ്. അതിന് പുറകിലായി ഒരു മലയും കാണാം. ചോളം കൃഷിപ്പാടത്തിന്റെ അരികിലുള്ള തെങ്ങിൻ തോപ്പിലൂടെ നടന്നു. വഴിക്ക് ഇരുവശവും കേരനിരകളുടെ മനോഹരമായ കാഴ്ചകൾ കണ്ട് മുന്നോട്ട്. റോഡിൽ നിന്നും ഇതിൻ്റെ ഒരു ഭംഗി കണ്ടപ്പോൾ കയറിയതാണ്. ഏതായാലും ഇവിടെ നിന്നും റോഡിലേക്ക് നടന്നു. വിളവിറക്കാൻ വേണ്ടി ഉഴുതുമറിച്ചിട്ട പാടം. പാടത്തിനരികിലായി ഒരു കൊച്ചു വീടും. പുറകിലെ കാഴ്ചകൾ പിന്നെ പറയണ്ടല്ലോ. നേരെ വീടിനടുത്തേക്ക് മണ്ണിട്ട വഴിയും വലതുവശത്ത് നിൽക്കുന്ന തെങ്ങുകളും പുറകിൽ കാണുന്ന മലനിരകളും നീലാകാശവും വീടിന് പുറകിലുള്ള പച്ച പുതച്ചു നിൽക്കുന്ന കരിമ്പിൻ തോട്ടവും. എന്തിനേറെ ആ വീടിൻ്റെ മുകളിലേക്ക് വളഞ്ഞു നിൽക്കുന്ന ആ തെങ്ങ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പ്രകൃതിയുടെ ആ മാജിക്. അതാണ് ഈ പ്രദേശത്ത് നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്നത്. ദൂരെ കാണുന്ന മലയ്ക്കപ്പുറം കൊടൈക്കനാലാണ്. ഇങ്ങനെ ഉൾപ്രദേശങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള സർപ്രൈസ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ വന്നെത്തിയ ഈ പ്രദേശം ആൾതാമസം വളരെ കുറവുള്ള സ്ഥലമാണ്. കൃഷിയിടങ്ങളാണ് കൂടുതലും. നേരത്തെ കണ്ട വീട് പോലും ആൾതാമസമുള്ളതാണോ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി പണിതതാണോ എന്നറിയില്ല. മുന്നോട്ട് പോകുന്തോറും വഴി നന്നേ ചെറുതായി. വഴിയുടെ ഇരുവശങ്ങളിലായി വലിയ തെങ്ങുകളും പിന്നെ കുറച്ച് കരിമ്പനകളും കാണാനിടയായി. വഴി വന്നെത്തിയത് ഇതാ ഇങ്ങനെയൊരു സ്ഥലത്താണ്. വലതുവശത്തേക്കുള്ള വഴി അടച്ചിരിക്കുന്നു. കൊടൈക്കനാൽ മലനിരകളുടെ കാഴ്ചകളാണിത്. അവിടെ നിന്നും ഇടതുവശത്തേക്കുള്ള വഴിയിലേക്ക് വന്നപ്പോൾ വെള്ളം ഒഴുകുന്ന ഒരു സ്ഥലം കാണാനിടയായി. അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ വെള്ളം ഒഴുകുന്ന കാഴ്ചയാണ് കണ്ടത്. കുറച്ചു ദൂരം ഉള്ളിലേക്ക് ചെന്നാൽ ഒരു ചെറിയ വാട്ടർഫാൾ ഉണ്ടെന്നും അവിടെ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളമാണിതെന്നും അറിയാൻ സാധിച്ചത്. ഇപ്പോൾ വെള്ളം വളരെ കുറവാണെന്നും ഇവിടെ കൃഷിയിടത്തിൽ കണ്ട ആളിൽ നിന്നും അറിയാൻ സാധിച്ചത്. തനിയെ ആയതുകൊണ്ട് തന്നെ അവിടേക്കുള്ള യാത്ര തൽക്കാലം വേണ്ടെന്ന് വെച്ചു. സാധാരണ മൂന്നാറും ഊട്ടിയും കൊടൈക്കനാലുമൊക്കെ ട്രിപ്പടിക്കുന്നവർക്ക് വരാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ് കമ്പംതേനി. ധാരാളം ടൂറിസ്റ്റ് പ്ലേസുകളും ഗ്രാമീണ കാഴ്ചകളുമൊക്കെ ഇവിടെ സമ്പന്നമാണ്. ഒട്ടുമിക്ക ആളുകളും ഇത്തരം കാര്യങ്ങൾ അറിയാവുന്നവരും ഇവിടങ്ങളിൽ സന്ദർശിച്ചു എക്സ്പീരിയൻസ് ചെയ്തവരുമാകാം. റോഡിൻ്റെ ഇടതുവശത്തുകൂടെ ആടുകളെയും കൊണ്ട് തീറ്റ തേടി പോകുന്നയാളെ കാണാം. ചെറിയ കവലയിലൂടെ പോകുമ്പോൾ കുതിരവണ്ടിയുടെ കാഴ്ച. സാധാരണ കാണുന്ന വീലല്ല ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നീടെത്തിയത് ഒരു ഡാമിൻ്റെ കാഴ്ച കാണാനാണ്. ഇവിടെ ഇന്ന് കുറച്ച് VIP വിസിറ്റ് ഉള്ള കാരണം ഇവിടേക്കുള്ള പ്രവേശനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഡാമിൽ നിന്നും വെള്ളം ഒഴുകി വരുന്നത് ഇതുവഴിയാണ്.
അല്പം മുന്നോട്ട് വന്നപ്പോൾ ഒരു ചെക്ക് ഡാം കണ്ടു. മുകളിലൂടെ ചെറിയ രീതിയിൽ വെള്ളം ഒഴുകുന്നുണ്ട്. അപ്പുറത്ത് മാവിൻ തോട്ടങ്ങളൊക്കെ കാണാൻ കഴിയും. ചെക്ക് ഡാമിന്റെ അടുത്തായി അല്പം കൂടുതൽ വെള്ളമുണ്ട്. കോൺക്രീറ്റ് സ്ലാബിന്റെ മുകളിൽ നിന്നും വെള്ളം ഒഴുകി വരുന്ന ഭാഗമാണിത്. മുന്നോട്ട് വന്നപ്പോൾ ഇവിടെയൊരു കോവില് കാണാൻ കഴിഞ്ഞു. ചുറ്റും മാവും മറ്റു മരങ്ങൾക്കിടയിലായിട്ടാണ് കോവിൽ സ്ഥിതി ചെയ്യുന്നത്. മുന്നോട്ട് നീങ്ങിയപ്പോൾ ചെറിയ ഒരു ആൽമരവും ആൽത്തറയും കാണാം. ഇവിടുന്ന് ദൂരേക്ക് നോക്കുമ്പോൾ മലനിരകളും നീലാകാശത്തിന്റെ കാഴ്ചകളുമാണ് കാണാൻ സാധിക്കുന്നത്. റോഡിൽ നിന്നും അല്പം ഉള്ളിലേക്ക് മാറിയാണ് ഈ പ്രദേശം. ഒരു കാടിന്റെ ആംബിയൻസാണിവിടെ. പക്ഷികളുടെയും മറ്റു ജീവികളുടെയും വെള്ളം ഒഴുകുന്നതിൻ്റെയും ശബ്ദങ്ങളാണ് കേൾക്കുന്നത്. അവിടെ നിന്നും യാത്ര തിരിച്ചു. തേനിയിൽ നിന്നും ഇവിടുത്തെ പ്രശസ്തമായ വൈഗ ഡാമിലേക്ക് പോകുന്ന റൂട്ടിലാണ് ഈ കാഴ്ചകൾ. വയലിന്റെ നടുവിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഇലകൾ കൊഴിഞ്ഞ മരവും തൊട്ടപ്പുറത്ത് കർഷകരായ സ്ത്രീകൾ വയലിൽ പണിയെടുക്കുന്നതുമാണ് കാഴ്ചകൾ. പോകുന്ന പാതയോരത്ത് കണ്ട മറ്റൊരു കാഴ്ച, ഒട്ടേറെ മാടുകളെയും കൊണ്ട് വയലിൽ നിന്നും റോഡിലേക്ക് പ്രവേശിക്കുന്നു. ഏതെങ്കിലും ഫാമിലോ മറ്റോ ഉള്ളതാകാം. അല്പം മുന്നോട്ട് വന്നപ്പോൾ കരിമ്പനകളുടെ ഇടയിൽ കൂടെ വിൻഡ് മില്ലുകളൊക്കെ കാണാം. ഇവിടെ ഒരു കാറ്റാടിപ്പാടം തന്നെയാണ്. അത്രയും വിൻഡ് മില്ലുകളുണ്ട് ഇവിടെ. വഴിയോരങ്ങളിലെ കാഴ്ചകൾ കണ്ട് വൈഗ ഡാം ലക്ഷ്യമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. വഴിയിലുടനീളം തെങ്ങിൻ തോപ്പുകളുടെയും വാഴത്തോപ്പുകളും കരിമ്പനയുടെയും നെൽപ്പാടങ്ങളുടെയും ഒക്കെ കാഴ്ചകളാണ് കൂടുതലും കാണാൻ കഴിയുന്നത്. തേനി ടൗണിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ വൈഗ അണക്കെട്ടിനരികിലെത്താം. വൈഗ ഡാമിൽ നിന്നും വെള്ളം ഒഴുകിപ്പോകുന്ന നദിക്ക് കുറുകെയുള്ള പാലത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വൈഗ ഡാം ബ്രിഡ്ജിന്റെ മുകളിലൂടെ നടന്നു നീങ്ങി. ബ്രിഡ്ജിന്റെ മുകളിൽ നിന്നുള്ള ഡാമിന്റെ മുൻഭാഗത്തെ കാഴ്ചയാണിത്. അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഒഴുക്കി വിടുന്നുണ്ട്. ബ്രിഡ്ജിന്റെ മുകളിലൂടെ വന്നാൽ ഡാം പാർക്കിലേക്കാണ് ആദ്യം എത്തുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ സജ്ജീകരിച്ചിട്ടുള്ള കുട്ടികൾക്കും മറ്റും ആക്ടിവിറ്റീസുകളുള്ള നല്ലൊരു പാർക്കാണിവിടെ. ഡാമിന് മുകളിലേക്കുള്ള പടികൾ പതിയെ കയറി പോകുമ്പോഴുള്ള ഡാമിന്റെ ഒരു സൈഡ് വ്യൂ ആണിത്. അങ്ങനെ ഡാമിന്റെ മുകളിലെത്തി. ഏകദേശം ഉച്ച സമയമായതുകൊണ്ട് തന്നെ ആളുകൾ നന്നേ കുറവാണ്. തേനി, ഡിണ്ടിഗുൽ, മധുരൈ, ശിവഗംഗൈ, വിരുദുനഗർ, രാമനാഥപുരം എന്നീ ജില്ലകളിലെ കർഷകരുടെ ഏക ആശ്രയമാണ് ഈ അണക്കെട്ട്. നദിയുടെ തീരത്ത് കിടക്കുന്ന തേനി, മധുരൈ, രാമനാഥപുരം തുടങ്ങിയ പ്രധാന നഗരങ്ങളുടെ കുടിവെള്ള സ്രോതസ്സായി ഇത് പ്രവർത്തിക്കുന്നു. ഡാമിന്റെ മുകളിൽ നിന്നും ഇറങ്ങി. ഒരു തണലും വെള്ളവും അത്യാവശ്യമായിരുന്നു. കറക്റ്റ് ഒരു മരത്തണലും ഒരു പെട്ടിക്കടയും കിട്ടി. ആള് ഇന്നലെ തുറന്ന കടയാണിത്. തേനിയിൽ നിന്നും കമ്പത്തേക്ക് പോകുന്ന റൂട്ടിലാണ്
ഈ കടയുള്ളത്. ഈ കാണുന്ന വഴി 2 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ നമ്മുടെ കടക്കാരൻ്റെ വീടാണെന്നാണ് പറഞ്ഞത്. ഇതുവഴി സഞ്ചരിച്ചാലും കറങ്ങിത്തിരിഞ്ഞ് കമ്പത്തേക്ക് എത്താൻ സാധിക്കുമെന്നും ചേട്ടൻ പറഞ്ഞു. അങ്ങനെ കടയിൽ നിന്നും ചായയും വെള്ളവും പഴവും കഴിച്ച് ചേട്ടൻ പറഞ്ഞ വഴിയെ യാത്ര തിരിച്ചു. കൃഷിപ്പാടങ്ങൾക്ക് നടുവിലൂടെയുള്ള പാതയിലൂടെ യാത്ര തുടർന്നു. ഉഴുതുമറിച്ചിട്ട പാടങ്ങളും വിളഞ്ഞു നിൽക്കുന്ന പാടങ്ങളും കൊണ്ട് സമ്പന്നമാണ് ഈ ഗ്രാമപ്രദേശം. റോഡിനരികിലായി തെങ്ങുകളും മരങ്ങളും നീലാകാശത്തിന്റെ കാഴ്ചകളുമൊക്കെയായി ഗ്രാമീണ പാതയിലൂടെ പോയിക്കൊണ്ടേയിരുന്നു. ഇവിടെ നിന്നും കമ്പത്തേക്കാണ് യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നത്. മെയിൻ ഹൈവേ ഒഴിവാക്കി പരമാവധി ഉൾപ്രദേശങ്ങളിലൂടെയാണ് യാത്ര പോകുന്നത്. അല്പം മുന്നോട്ട് പോകുമ്പോൾ ഒരു മെയിൻ റോഡും സർക്കാർ ബസ്സുകളൊക്കെ പോകുന്നത് കാണാനുണ്ട്. അങ്ങനെ മറ്റൊരു വഴിയിലേക്ക് കയറി. കൃഷിയിടത്തിൽ നിന്നും ലോഡ് കയറ്റി വരുന്ന ട്രാക്ടറുകളൊക്കെ പോകുന്നത് കാണാം. തൊട്ടപ്പുറത്തെ കൃഷിയിടത്തിൽ മെഷീൻ ഉപയോഗിച്ച് ചോളവും മറ്റു ധാന്യങ്ങളുമൊക്കെ ശേഖരിക്കുകയാണ്. പാടത്തിന് ദൂരെ പാടവരമ്പിൽ നിരവധി കരിമ്പനകളൊക്കെ വരി വരിയായി നിൽക്കുന്ന കാഴ്ച കാണാം. അതിനോടൊപ്പം തന്നെ വിൻഡ് മില്ലുകളും ധാരാളം നിൽക്കുന്നത് കാണാം. റോഡരികിലെ പൈപ്പ് ലൈനിൽ നിന്നും വെള്ളമെടുക്കാൻ കുടങ്ങൾ ഒരു ഉന്തുവണ്ടിയിലാക്കി വെച്ചിരിക്കുന്നു. യാത്ര മറ്റൊരു പാതയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേകതയാണ് മികച്ച റോഡുകൾ. ഗ്രാമീണ റോഡുകൾ പോലും നല്ല നിലവാരത്തിലുള്ളവയാണ്. ഇത്തരം പാതയിലൂടെയുള്ള യാത്രകൾ വാഹനങ്ങൾക്കും യാത്രക്കാർക്കും നല്ലൊരു കാര്യമാണ്. എത്ര ദൂരം വേണമെങ്കിലും ക്ഷീണമില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കും. യാത്ര ചെറിയൊരു കവലയിലൂടെയായി. കാലികളൊക്കെ മേഞ്ഞു നടക്കുന്നു. ഇടുങ്ങിയ വഴിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഇരുവശങ്ങളിലായി ഇരുനില കോൺക്രീറ്റ് കെട്ടിടങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. മുന്നോട്ട് പോകുന്തോറും പഴയ കെട്ടിടങ്ങൾ തീരെ കാണാൻ സാധിക്കാത്ത ഒരു ചെറിയ ടൗണിലൂടെയാണ് പോകുന്നത്. യാത്ര അങ്ങനെ ടാറിട്ട റോഡിൽ നിന്നും ഇടതുവശത്തേക്കുള്ള മണ്ണിട്ട വഴിയിലൂടെയായി. വഴിയുടെ ഇരുവശങ്ങളിലും ചെറിയ ചെറിയ വീടുകളുടെ കാഴ്ചകളൊക്കെ കാണാം. വരും യാത്രകൾ കമ്പത്തെയും പരിസര പ്രദേശങ്ങളിലെ കാഴ്ചകളും അതുപോലെ മേഘമലയിലെ കാഴ്ചകളും നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നു. വരും എപ്പിസോഡുകളിൽ പ്രതീക്ഷിക്കാം. യാത്ര അങ്ങനെ ആൾതാമസമുള്ള പ്രദേശത്തു നിന്നും ഒരു നെൽപ്പാടത്തിനരികിലൂടെയായി. സമയം ഏകദേശം സന്ധ്യയാവാറായി തുടങ്ങിയിരിക്കുന്നു. ലൈറ്റ് കുറഞ്ഞു വരുന്നുണ്ട്. ഏതായാലും പാടശേഖരത്തിലേക്ക് ഇറങ്ങി. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര തുടരാം. യാത്ര അങ്ങനെ മെയിൻ റോഡ് ലക്ഷ്യമാക്കി നീങ്ങി. നേരം ഇരുട്ടാവാറായി. ഒരു തെങ്ങിൻ തോപ്പിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായി.
വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത്തരം വീഡിയോ കാണാൻ താൽപ്പര്യമുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കൊള്ളൂ. പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്. എല്ലാ കൂട്ടുകാർക്കും നന്ദി. ബബായ്.